ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും തീരുവ ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ്. ചൈനയ്ക്കുമേൽ 100% അധിക തീരുവ പ്രഖ്യാപിച്ചു. നവംബർ 1 മുതൽ പുതിയ തീരുവ നിലവിൽ വരും. ഈ മാസം നിശ്ചയിച്ചിരുന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയും ട്രംപ് റദ്ദാക്കി. അപൂർവ ധാതുക്കളുടെ കയറ്റുമതിക്കുള്ള നിയമങ്ങൾ കർശനമാക്കാനുള്ള ചൈനയുടെ നീക്കത്തിനെതിരെയാണ് അധിക തീരുവ പ്രഖ്യാപനം. നവംബർ 1 മുതൽ പുതിയ നിരക്കുകൾ നിലവിൽ വരുമെന്ന് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് വ്യക്തമാക്കി. ഇതോടെ അമേരിക്ക ഏറ്റവും അധികം തീരുവ ചുമത്തുന്ന രാജ്യമായി ചൈന മാറും. ഇതിനു പുറമെ അമേരിക്കയിൽ നിന്നും ചൈനയിലേക്കുള്ള തന്ത്രപ്രധാന സോഫ്റ്റ്വെയർ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി. ധാതുക്കളുടെ കയറ്റുമതിക്ക് വിദേശ സ്ഥാപനങ്ങൾ മുൻകൂർ ലൈസൻസ് നേടിയിരിക്കണമെന്ന് ചൈനീസ് സർക്കാർ ഉത്തരവിറക്കിയതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ലോകത്തെ അപൂർവ ധാതുക്കളുടെ മേൽ കുത്തകാവകാശം നേടാനുള്ള ശ്രമമാണ് ചൈനയുടേതെന്നാണ് ട്രംപിന്റെ ആരോപണം. ലോകത്തെ തടങ്കലിൽ വയ്ക്കാൻ ചൈനയെ അനുവദിക്കരുതെന്നും ട്രംപ് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. ഇലക്ട്രോണിക്സ്, വസ്ത്രങ്ങൾ, ഫർണിച്ചർ എന്നിവയാണ് അമേരിക്കയിലേക്ക് ചൈന പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത്. ദക്ഷിണ കൊറിയയിൽ ഈ മാസം 31 നടക്കുന്ന ഏഷ്യ പസഫിക് ഇക്കണോമിക് കോഓപ്പറേഷൻ ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ചയും ട്രംപ് റദ്ദാക്കി. ട്രംപിന്റെ തീരുവ പ്രഖ്യാപനത്തെ തുടർന്ന് ലോകവ്യാപകമായി ഓഹരി വിപണികളിൽ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.